ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം. ഇത് ചെയ്യുന്നത് എന്തെന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാൻ തിരഞ്ഞെടുത്തത് ഒരു കഴുതയെയാണ്. കഴുതക്കുട്ടി കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ കർത്താവിൻ്റെ ആവശ്യം നിറവേറ്റുവാൻ സാധ്യമല്ല. അതിനെ അഴിക്കേണ്ടതായിട്ടുണ്ട്. കെട്ടഴിക്കപ്പെട്ട അവസ്ഥയിലാണ് യേശുവിന് ആവശ്യം. താണു കൊടുക്കുന്നതാണ് കഴുതയുടെ സ്വഭാവം. യേശുവിന് താണു കൊടുക്കുന്നവരെയാണ് ആവശ്യം. നമ്മളിലുള്ള സ്വയത്തെ വെടിയുമ്പോൾ മാത്രമേ സ്വയം വഴങ്ങിക്കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് യേശു എടുത്ത് ഉപയോഗിക്കപ്പെടുന്നത്. വിനയപ്പെടണമെങ്കിൽ ദൈവാത്മാവിനാൽ നിറയപ്പെടണം. പുതുജീവൻ പ്രാപിക്കണം. പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കഴിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. കഴുത സഞ്ചരിച്ചത് സ്വന്തം വഴികളിലൂടെയല്ല, തൻ്റെ മുകളിൽ കയറിയ യേശുവിൻ്റെ വഴിയിലൂടെയാണ്. അവൻ യേശുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പ്രിയ സ്നേഹിതരെ, ഈ യഹോശൻ്റെ നാളിൽ നമുക്കും വിനയപ്പെടാനും നമ്മളുള്ള സ്വയത്തെ വെടിഞ്ഞ് യേശുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കപ്പെടുവാൻ ഒരുങ്ങാം. അവൻ്റെ നിയന്ത്രണത്തിലൂടെ നമുക്കും യാത്ര ചെയ്യാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് ആവശ്യമുള്ള ജീവിതത്തിന് ഉടമകളായി എന്നെ ഈ നാളുകളിൽ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.